പ്രിയ ദൈവജനമേ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗവും ശേഷം 16 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. മനുഷ്യരെ കാണിക്കാനായി നമ്മുടെ നീതിപ്രവൃത്തികൾ പ്രകടിപ്പിക്കരുതെന്ന വളരെ ഗൗരവമേറിയ മുന്നറിയിപ്പോടെയാണ് കർത്താവ് സംസാരിക്കുന്നത്. കാപട്യമുള്ളവർ മനുഷ്യരുടെ പ്രശംസ ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തീയ ശിഷ്യത്വം പിതാവിൻ്റെ പ്രീതിയെയാണ് ലക്ഷ്യം വയ്ക്കേണ്ടത്. ധർമ്മദാനം നൽകുന്നത് പെരുമ്പറ അടിച്ച് പ്രഘോഷിക്കാനുള്ളതല്ല, പ്രത്യുത വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാത്ത വിധം രഹസ്യമായിരിക്കണം. ഈ ലോകത്തിൻ്റെ കയ്യടികളിൽ തൃപ്തരാകാതെ സ്വർഗസ്ഥനായ പിതാവിനെ മാത്രം സാക്ഷിയാക്കി പുണ്യം ചെയ്യാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. രഹസ്യങ്ങൾ കാണുന്ന പിതാവ് നമുക്ക് ഉചിതമായി പ്രതിഫലം നൽകുമെന്ന് കർത്താവ് ഉറപ്പു നൽകുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലെ ഉദ്ദേശശുദ്ധിയെയാണ് ദൈവം അളക്കുന്നത്. അതിനാൽ പുറമേയുള്ള ആഡംബരങ്ങളെക്കാൾ അന്തരംഗത്തിലെ വിശുദ്ധിക്ക് നാം ഓരോരുത്തരും മുൻഗണന നൽകണം. പ്രാർത്ഥനയിലും ഉപവാസത്തിലും നാം പുലർത്തേണ്ട വിനയത്തെക്കുറിച്ച് ഈ വചനം നമ്മെ ആഴത്തിൽ ഓർമ്മിപ്പിക്കുന്നു. മുറിക്കുള്ളിൽ കടന്ന് വാതിലടച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവവുമായി വ്യക്തിപരമായ ഒരു ഹൃദയബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഉപവസിക്കുമ്പോൾ മുഖം വാടിയ അവസ്ഥയിൽ പ്രകടിപ്പിക്കാതെ തലയിൽ എണ്ണ തേച്ച് വളരെ പ്രസന്നതയോടെ ഇരിക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ലോകത്തെ ബോധ്യപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ ദൈവത്തിലേക്ക് തിരിക്കാനാണ് നാം പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. ഈ അന്ത്യകാലത്ത് വേഷപകർച്ചകളില്ലാത്ത ആത്മീയതയാണ് നമ്മുടെ സംരക്ഷണം. കർത്താവിൻ്റെ 2ാം വരവിനായി ഒരുങ്ങുന്ന നമ്മൾ ഹൃദയത്തിൻ്റെ നൈർമല്യത്തോടെ വേണം അവിടുത്തെ മുൻപിൽ നിൽക്കാൻ. ഈ ലോകത്തിലെ അംഗീകാരങ്ങൾ നശ്വരമാണെന്നും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കുന്നതാണ് ശാശ്വതമെന്നും നാം തിരിച്ചറിയണം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ കൃപയാൽ നിങ്ങളെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.